ബൂസ്റ്റിംഗ് പോസ്റ്റ് എന്നത് യൂസ്ഫുൾ അല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു ബൂസ്റ്റിംഗ് എന്നത് അത്ര മോശം മെത്തേഡ് ഒന്നല്ല. പക്ഷെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. 30 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിന്റെ ഡേ 7 ആണെന്ന്. ക്വിക്ക് വിസിബിലിറ്റി എന്നത് ബൂസ്റ്റിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു ബിഗ് അനൗൺസ്മെന്റ് ഒക്കെ നമുക്ക് ഷോർട്ട് ടൈമിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് റീച്ച് ആക്കാൻ ബൂസ്റ്റ് പോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഡ്സ് മാനേജറിൽ അവയർനെസ് ക്യാമ്പയിൻ ചെയ്തതിനേക്കാളും ഈസിയാണ്, ഫാസ്റ്റ് ആണ്, കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക സ്മോൾ ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്നവർക്കായിരിക്കും. കണ്ടന്റ് ക്രിയേഷനിലായാലും സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻഡസ്ട്രിയിലായാലും നമ്മുടെ ക്രിയേറ്റീവിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ നമുക്ക് ബൂസ്റ്റിംഗ് പോസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ക്ലിക്സ് കിട്ടുന്നത്, കൂടുതൽ മെസ്സേജ് റെസ്പോൺസസ് കിട്ടുന്നത്, ഇതൊക്കെ ഏതൊക്കെ ക്രിയേറ്റീവ് ആണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യാം. കൂടാതെ ബ്രാൻഡ് കൊളാബറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഫൈനലി, ട്രസ്റ്റ്. ഓർഗാനിക്കായി നല്ല എൻഗേജ്മെന്റ്സ് ഉള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽ പോലെയുള്ള പോസ്റ്റുകളോ ഇനി അതല്ലെങ്കിൽ നല്ല കമന്റ്സ് കിട്ടിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് ബൂസ്റ്റിംഗ് പോസ്റ്റ് ചെയ്യുന്നത് വഴി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അതുവഴി നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ ട്രസ്റ്റ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ പെർഫോമൻസ് ട്രാക്കിംഗ്, സെയിൽസ് കൺവേർഷൻ ഇതെല്ലാം പ്രോപ്പറായി കൊണ്ടുപോകാൻ ആഡ്സ് മാനേജറിനെ യൂസ് ചെയ്യണം. ബിസിനസിന്റെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഈസിയായും ചീപ്പായും ഫാസ്റ്റായും ബ്രാൻഡ് വിസിബിലിറ്റി അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റിംഗ് പോസ്റ്റ് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല.